ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പണിമുടക്കിനെ എതിർക്കുന്നവരുടെ രാഷ്ട്രീയം എന്ത്? ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പണിമുടക്കിനെ എതിർക്കുന്നവരുടെ രാഷ്ട്രീയം എന്ത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ AK പത്മനാഭൻ, CITU അഖിലേന്ത്യാ നേതാവ്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് നേതാവ്, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുൻപ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ AK പത്മനാഭൻ, രാജ്യം ഭരിക്കുന്ന BJPയെ അനുകൂലിക്കുന്ന ട്രേഡ് യൂണിയൻ BMS ഒഴികെയുള്ള മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും പിന്തുണയ്ക്കുന്ന ദേശീയ പണിമുടക്കാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന പണിമുടക്കിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകുന്നത്. അതനുസരിച്ച് കേരളം പൂർണ്ണമായി പണിമുടക്കിനൊപ്പമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ്. ചില മാധ്യമങ്ങളെങ്കിലും പറയുന്നു ഉത്തരേന്ത്യയിൽ പണിമുടക്ക് പതിവ് പോലെ തന്നെ അവിടെ എല്ലാവരും അവഗണിച്ചു എന്നൊക്കെ പറയുന്നവരുമുണ്ട്. മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ പണിമുടക്ക് പരാജയപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത വന്നിട്ടുണ്ട്. ഈ പണിമുടക്ക് പരാജയപ്പെടുത്താൻ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയും കേന്ദ്ര സർക്കാരും മാത്രം ശ്രമിക്കുമ്പോൾ ഇത്തവണത്തെ പണിമുടക്കിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പ്രാവശ്യത്തെ പണിമുടക്ക് എന്നുള്ളത് പരാജയപ്പെട്ടു എന്നുള്ളത് ഓരോ പണിമുടക്ക് നടക്കുമ്പോഴും സാധാരണയായി പിറ്റേ ദിവസം പത്രങ്ങളിൽ വായിക്കുന്നതും ഇടയൊക്കെ ആയി ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ അന്ന് തന്നെ കേൾക്കാവുന്നതുമാണ്. ഈ പണിമുടക്ക് ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ച് 6 മാസം മുമ്പ് പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചുവോ ആ വിഭാഗങ്ങളിൽപ്പെട്ട മഹാഭൂരിപക്ഷം തൊഴിലാളികളും ജീവനക്കാരും, സംഘടിത മേഖലയിൽ അസംഘടിത മേഖലയിൽ സർക്കാർ ജീവനക്കാർ, മറ്റു പല ജീവനക്കാരുടെ സംഘടനകൾ എല്ലാം തന്നെ പൂർണ്ണമായി ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നു. അതിനർത്ഥം 100% ഈ പണിമുടക്ക് ഇന്ത്യയിലെ എല്ലാ തൊഴിലാളികളും ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുത്തു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 15 കോടി പേരാണ് 2015 സെപ്റ്റംബർ 2 പണിമുടക്ക് നടത്തിയത്. അതിനേക്കാൾ കൂടുതൽ തൊഴിലാളികൾ ഈ പ്രാവശ്യവും പണിമുടക്ക് നടത്തി. സാധാരണ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, ബംഗാൾ, കേരള, ത്രിപുര ഒഴിച്ച് ബാക്കി എവിടെയും പണിമുടക്ക് കാണുന്നില്ല എന്നുള്ളത്. ഈയിടെ നടക്കുന്ന പണിമുടക്കുകളിൽ, അതിനു മുമ്പ് നടന്ന പണിമുടക്കിലും അതുപോലെ ആർക്കും പറയാൻ പറ്റാത്തതാണ്. BMS ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്ത 2013 പണിമുടക്കിനേക്കാൾ 15-ൽ കൂടുതൽ പേർ പങ്കെടുത്തു. ഈ 2016 പണിമുടക്കിൽ അതിലും കൂടുതൽ പേർ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കേരളം ഒഴിച്ച് ബാക്കി എവിടെയും പണിമുടക്ക് നടന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ ആകെ അതാത് പ്രദേശങ്ങളിലുള്ളവരെങ്കിലും അതാത് സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതിനനുസരിച്ചിട്ടുള്ള ജനജീവിതം സ്തംഭിച്ചു പോയി എന്നൊക്കെ ഉള്ളത് ആ രീതിയിലാണല്ലോ കാണൽ. അതല്ലല്ലോ. അതിൽ തൊഴിലാളികൾ, ജീവനക്കാർ, മറ്റധ്വാനിക്കുന്ന വിഭാഗങ്ങൾ, അതിനനുകൂലമായി കർഷകരും കർഷക തൊഴിലാളികളും അവരുടേതായിട്ടുള്ള സംഘടനകളും ചില സ്ഥലങ്ങളെങ്കിലും അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്ക് ഇന്ന് വൈകിട്ട് നേരത്തെ നോക്കുമ്പോൾ ഏകദേശം ഈ രാത്രി നേരത്തെ മാത്രമേ ബാക്കിയുള്ളൂ. മഹാഭൂരിപക്ഷം പേരുടെ പണിമുടക്കും ഇന്ന് പകലോടുകൂടി വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ശക്തമായി ഈ പണിമുടക്ക് നടന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ആര് തന്നെ നിഷേധിച്ചു. ശരി, ശ്രീ AK പത്മനാഭൻ, തിരിച്ചെത്താം. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന തൊഴിലാളി സംഘടനയും ഈ പണിമുടക്കിനോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പണിമുടക്ക് എന്നാണ് BJP ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിന് പണിമുടക്കണം എന്ന്? കേന്ദ്ര ഗവൺമെൻറ് അനുവർത്തിച്ചു വരുന്ന നയങ്ങളോടുള്ള പ്രതിഷേധമാണ് ഈ പണിമുടക്കിലേക്ക് നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുമായി യോജിച്ചു പോകുന്ന സംഘടന എന്ന നിലയ്ക്ക് INTUC അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പണിമുടക്ക് ജനജീവിതത്തെ സ്തംഭിച്ചു എന്ന് പറയുമ്പോഴാണ് ഡിഫറൻസ് ഒപ്പീനിയൻ വരുന്നത്. നേരെ മറിച്ച് ഈ പണിമുടക്കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? പണിശാലയിൽ പോകുന്നവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ദിവസവും പണിക്ക് പോകുന്ന അധ്വാനിക്കുന്ന തൊഴിലാളികൾ അവർ ആ പണി ഉപേക്ഷിക്കുന്നു. ആ നിലയ്ക്കാണ് ഈ പണിമുടക്കിനെ കാണേണ്ടത്. പക്ഷേ ഇവിടെ കേരളത്തിലുള്ള വന്നൊരു പ്രശ്നം
ഇവിടെ അതൊരു ഹർത്താൽ പോലെ ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അവിടെയാണ് പലപ്പോഴും തർക്കങ്ങൾ വരുന്നത്. നേരെ മറിച്ച് പണിമുടക്കുന്നതോടൊപ്പം പണിമുടക്കാതിരിക്കാനുള്ള അവകാശം തൊഴിലാളിക്കുണ്ട്. അവിടെയാണ് ഈ തർക്കങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായി തൊഴിലാളികൾ തങ്ങളുടെ പണിശാലയിൽ നിന്നും അല്ലെങ്കിൽ തങ്ങളുടെ തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന ആ ഒരു ആശയം അത് ശരിയായ വണ്ണം കണ്ടു കഴിഞ്ഞാൽ അവർ വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം, കേരളത്തിൽ പണിമുടക്ക് വന്നാലും ശരി അപ്പോൾ ഹർത്താലാണ്. ശ്രീ ഡബ്ല്യു പ്രസന്റേഷൻ, കേരളത്തിലെ അത്തരം ചർച്ചകളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആ അഭിപ്രായമുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നും ഈ ചർച്ചയിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഞാനത് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. പക്ഷേ ഈ INTUC-യും CITU-യും BMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ തന്നെ തൊഴിലാളികൾ ഉള്ളയിടത്ത് പണി ചെയ്തില്ല എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അല്ലെങ്കിൽ ഈ പണിമുടക്ക് നടത്തിയത് എന്നാണ് BJPക്ക് അറിയേണ്ടത്. അതിന് ഉത്തരം താങ്കൾക്കുണ്ടോ? ഞാൻ AK പത്മനാഭനിൽ നിന്നും അത് പിന്നീട് തേടുന്നുണ്ട്. അത് കൂടുതൽ കുറേ കൂടെ വ്യക്തതയോടെ പറയാൻ കഴിയുന്നത് ശ്രീ AK പത്മനാഭനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ അകത്ത് ഈ പണിമുടക്കിന് ആധാരമായ കാരണങ്ങളോട് യോജിപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. ഓരോ ഇന്ന കാരണങ്ങളെന്ന് പറയാൻ കഴിയുന്നത് കൂടുതൽ ശ്രീ പത്മനാഭനാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് അനുവർത്തിക്കുന്ന നയങ്ങൾ അത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് അനുകൂലമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മനസ്സുകൊണ്ടെങ്കിലും ഇത്തവണത്തെ, പലപ്പോഴും എനിക്ക് ഈ ഹർത്താലിനോടൊക്കെ വിരോധമുള്ള ആളാണ്, യോജിപ്പില്ലാത്ത ആളാണ്. പക്ഷേ ഇത്തവണ ഈ ഐക്യ ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളിലും കഴമ്പുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് എന്ന വിശ്വാസം കൊണ്ടാണ്, മനസ്സുകൊണ്ടെങ്കിലും ഞാൻ ഇന്നത്തെ ഈ പണിമുടക്ക്. ശരി, ഞാനത് ശ്രീ AK പത്മനാഭനോട് വിശദമായി ചോദിച്ചിട്ട് ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ചോദിച്ചോളട്ടെ. ഇതുവരെ പതിവില്ലാത്ത രീതിയിൽ ഇത്തവണ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പണിമുടക്കിനോട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷന് അത് വേണ്ടതാണെന്ന് തോന്നിയത് നിങ്ങളുടെ സർക്കാരല്ല അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണോ? അങ്ങനെ സംശയം വേണമെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണന് തോന്നാം. ഇല്ല അതുകൊണ്ടല്ല. എന്തുകൊണ്ടെന്നാൽ BJPയുടെ ഒരു സാമ്പത്തിക നയം, അപ്പോൾ നിങ്ങൾ പറയും ഇടതുപക്ഷം പറയുന്നത് കോൺഗ്രസ് UPയുടെ തന്നെയാണെന്ന് പറയും. അതല്ല വ്യത്യാസമുണ്ട്. അതിൽ BJPയുടെ സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിൽ നിന്നും വിഭിന്നമാണ്. അവരെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു വളരെ തുറന്നു വിട്ട ഒരു ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്ന ആ പുതിയ സംസ്കാരത്തെ അതിൻ്റെ അഗ്രസീവ് ഫോമിൽ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ INTUC അടക്കമുള്ളവർ ഈ പണിമുടക്ക് നടന്നുകൊട്ട് ആവശ്യമാണ്. ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒന്ന് അലർട്ട് ചെയ്യണം, അവരുടെ നയങ്ങൾ തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം ആയതുകൊണ്ട് കൂടിയാണ് ഞങ്ങളിതിനെ പിന്താങ്ങിയത്. അല്ലാതെ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അല്ലെ UPA ഗവൺമെൻറ് അല്ലാത്തതുകൊണ്ടല്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ AK പത്മനാഭൻ, BJPക്ക് ഇപ്പോഴും അറിയേണ്ടത് നിങ്ങൾ എന്തിനീ പണിമുടക്ക് നടത്തി? എല്ലാ കാര്യങ്ങളെയും, തൊഴിലാളികളുടെ പ്രശ്നങ്ങളെയും ഒക്കെ അനുഭാവത്തോടു കൂടി സമീപിക്കുന്ന ഒരു സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പണിമുടക്ക് ഇന്ന് നടത്തിയത് എന്നാണ്. അല്ല, ഞങ്ങൾ എന്തിന് നടത്തിയെന്ന് പറയുന്നത് BJPയുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ BMSൻ്റെ നേതാക്കന്മാർക്കോ വല്ല സംശയമുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ പഴയ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, കഴിഞ്ഞ ജൂലൈ മാസം BMSൻ്റെ അഖിലേന്ത്യാ ഭാരവാഹികളുടെ യോഗം നാഗ്പൂരിൽ വെച്ച് നടത്തിയപ്പോൾ അവരിറക്കിയ പത്രപ്രസ്താവന ഒന്ന് ഇവിടെ വായിക്കുക. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 12-നും 14-നും 3 ദിവസം, 12 മുതൽ 14 വരെ ഭോപ്പാലിൽ നടന്ന അവരുടെ വർക്കിംഗ് കമ്മിറ്റി, നാഷണൽ വർക്കിംഗ് കമ്മിറ്റിയുടെ ആ പ്രമേയം പത്രങ്ങൾക്ക് കൊടുത്തത് ഒന്ന് വായിക്കാം. ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞാൽ ഈ പണിമുടക്ക് എന്തിനു വേണ്ടി നടന്നു എന്നുള്ളത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വളരെ വ്യക്തമാകും. അതല്ലെങ്കിൽ 2009 സെപ്റ്റംബറിൽ INTUC-യും BMS-ഉം CITU-യും ഉൾപ്പെടെയുള്ള 11 സംഘടനകൾ 2009 തൊട്ട് ഓരോ പ്രാവശ്യവും യോഗം ചേരുമ്പോഴും
കൺവെൻഷൻ നടത്തുമ്പോഴും പണിമുടക്ക് നടത്തുമ്പോഴും മുമ്പോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 12 ചാർട്ടർ ഉണ്ടല്ലോ, 12 പോയിന്റ് ചാർട്ടർ, ഈ 12 പോയിന്റ് ചാർട്ടർ BMS ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടാക്കിയെടുത്തതാണ്. ഞങ്ങൾ എല്ലാവരും കൂടി അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം അഭിപ്രായ ഐക്യമുണ്ടാക്കാൻ ഈ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞതും. അത് 2013 നടത്തിയ പണിമുടക്ക് 2 ദിവസത്തെ പണിമുടക്കാണ്. 2012 നടത്തിയ പണിമുടക്ക് BMS ചേർന്നതാണ്, 2 പണിമുടക്ക്. ഈ 2 പണിമുടക്കുകളിലും ഞങ്ങൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അത് BMS ഉൾപ്പെടെ ഉള്ളവർ അംഗീകരിച്ചതാണ്. അതെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് BMS ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു തൊഴിലാളിയോട് പറഞ്ഞ് അവരെ അത് ശരിയാണെന്ന് പറയിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല. ഒരു കാര്യം കൂടി പറയാൻ പെടണം. അതായത് ഇപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഇവിടെ പറഞ്ഞാണ്, ഞാൻ അവർക്ക് തർക്കത്തിനൊന്നും പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളതിന് അതീതമായി ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ടാണ് UPA ഗവൺമെൻറ് ഉള്ളപ്പോൾ ശ്രീ AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ക്യാബിനറ്റ് സബ് കമ്മിറ്റി 2013 ഫെബ്രുവരി 18 രാത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ BMS ഉൾപ്പെടെ അവരോട് എന്തു പറഞ്ഞുവോ അതേ തന്നെയാണ് ഇന്നത്തെ ഭരണാധികാരികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ രീതിയിലാണ് നടന്നത്. ഞാൻ ആവശ്യങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പറയുകയാണെങ്കിൽ അത് വലിയൊരു തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണന് സംശയമുണ്ടെങ്കിൽ നമുക്കത് ഉന്നയിക്കാം. ശ്രീ പത്മനാഭൻ, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, എന്തെങ്കിലും സംശയം ഈ പണിമുടക്ക് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്ന് താങ്കൾക്കുണ്ടെങ്കിൽ, BJPക്കുണ്ടെങ്കിൽ, BMSനുണ്ടെങ്കിൽ, ഇപ്പോൾ ശ്രീ പത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ BMSൻ്റെ വിവിധ പ്രമേയങ്ങൾ അങ്ങയുടെ മുമ്പിൽ തന്നെ കാണുമല്ലോ, അങ്ങ് അതാണ് കണ്ണാടി വെച്ച് നോക്കുന്നത് എന്നാണ് ഞാൻ അനുമാനിച്ചത്. അതൊന്ന് വായിച്ചാൽ പോരെ? എനിക്കൊരു സംശയമില്ല ലാലേ, ഈ തൊഴിലാളി സമരം എന്തിനാണ് സംഘടിപ്പിച്ചത് എന്നുള്ളതിൽ സംശയമുണ്ടെങ്കിലല്ലേ നമുക്ക് പ്രമേയം തപ്പേണ്ട ആവശ്യമുള്ളൂ. ഒരു സംശയവുമില്ല. കാരണം ഇതിൽ തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇത് മോഡി ഗവൺമെൻറ്റിനും നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള ഒരു തമാശ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ചില ട്രേഡ് യൂണിയനുകളുടെ ഒരു തമാശ ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുവാൻ വേണ്ടി തൊഴിലാളികളുടെ പേരിൽ പറയുന്ന തമാശ. അതിലേറ്റവും വലിയ തമാശയാണ് ഇവിടെ ഇപ്പം 2 പ്രമുഖ തൊഴിലാളി നേതാക്കന്മാർ സമരത്തെ പിന്തുണച്ചവർ. ഒരാൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഇതിനകത്തെ ഡിമാൻഡ്സ് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് സുതാര്യമല്ലാത്ത സാമ്പത്തിക നയമാണ്, കോൺഗ്രസിൻ്റെ അല്ലാത്ത സാമ്പത്തിക നയമാണ്, അതുകൊണ്ടാണ് ഈ സമരത്തെ പിന്തുണച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തൊഴിലാളിയുടെ കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത് ബഹുമാനപ്പെട്ട പത്മനാഭൻ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ട്രേഡ് യൂണിയൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹം BMSൻ്റെ പ്രമേയം വായിച്ചു നോക്കാനാണ് പറയുന്നത്. പ്രമേയങ്ങൾ ധാരാളം ഉണ്ടാവില്ലാലേ, പക്ഷെ ഒരു സർക്കാർ ഇവിടെ സമരം നടത്താൻ വേണ്ടി ട്രേഡ് യൂണിയൻ എല്ലാ വർഷവും സമരം നടക്കുന്ന സമയത്ത്, ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു, എല്ലാ വർഷവും ഉണ്ട്. ആ വർഷങ്ങളിൽ ഇങ്ങനെ സമരം നടക്കുന്ന സമയത്ത് ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയിൽ അവരുന്നയിച്ചിട്ടുള്ള ഡിമാൻഡുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടോ? എൻ്റെ പോയിന്റ് അതാ. നിങ്ങൾ 12 പോയിന്റ് മുന്നിൽ വെച്ചു. ഈ 12 പോയിന്റിൽ 8 പോയിന്റുകൾ തൊഴിലാളികളുടെ കാര്യവും 4 പോയിന്റുകൾ എന്ന് പറയുന്നത് സാമ്പത്തികവുമായി നിലനിൽക്കുന്ന വിഷയങ്ങളുമാണ്. സാമ്പത്തികമായി നിലനിൽക്കുന്ന വിഷയങ്ങൾ FDIയുടെ വിഷയമാണ്, അതുപോലെ തൊഴിലില്ലായ്മയുടെ വിഷയമാണ്, ആഗോളവൽക്കരണത്തിൻ്റെ വിഷയമാണ്, അങ്ങനത്തെ വിഷയമാണ്, ഇവിടുത്തെ വിലക്കയറ്റത്തിൻ്റെ വിഷയമാണ്. അതൊന്നും കേന്ദ്ര സർക്കാരുമായി മാത്രം ബന്ധപ്പെടുന്നതല്ല, അതൊക്കെ എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട 8 വിഷയമാണ്. ഈ 8 വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ മിനിമം വേജസ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ബോണസ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ കോൺട്രാക്ട് ലേബേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ സോഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ ഈ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യവും ബോണസിൻ്റെ കാര്യവും മിനിമം വേജസിൻ്റെ കാര്യവും ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ്റെ കാര്യവും അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്താം. ലാലിന് ധൈര്യമുണ്ടെങ്കിൽ, കൈരളി ചാനലാണ്, എനിക്ക് പറയുന്നതിന് വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള ആൾ എന്നെ വിളിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവിടുത്തെ തൊഴിലാളികളെ പറ്റിക്കുന്ന ഈ CITUവിൻ്റെ ഒക്കെ INTUCയുടെ ആളുകളുടെ ഏർപ്പാടുകൾ തുറന്ന പുസ്തകം പോലെ ഈ ചാനലിൽ പറയാൻ എനിക്കൊരു അവസരം തന്നില്ല. ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ലാലിനോട്. ലാലെ, ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാം.
ഈ കേരളത്തില് ഈ പ്രാവശ്യത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട കൈരളി ചാനൽ ആ ധൈര്യം കാണിക്കുകയാണ്. അങ്ങ് പറഞ്ഞു വന്നത് തുടരൂ. കേരളത്തിലെ കാര്യം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. അങ്ങ് പറഞ്ഞു വന്നത് ഈ 12 പോയിന്റിൽ 8 തൊഴിലാളികളുടെ അനുകൂലമായ പോയിന്റുകൾ ഇപ്പൊ നരേന്ദ്രമോദി നടപ്പിലാക്കിയിരിക്കുന്നു, ഇതാ കേട്ടോളൂ എന്നാണല്ലോ. അതൊന്ന് പറഞ്ഞ് തീർത്തിട്ട് അടുത്തതിലേക്ക് പോകും. ഞാനത് തീർക്കും. അത് തീർക്കാൻ എനിക്ക് അവസരം നിങ്ങൾ തരുമെന്ന വിശ്വാസമുണ്ട്. പക്ഷെ അതിനിടയ്ക്കൊന്ന് ഇവിടെ ഭയങ്കര ഹർത്താൽ, ഇവിടെ ഭയങ്കര പരിപൂർണമാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു പോയിന്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. കൊച്ചിൻ പോർട്ടിൽ 51% ഹാജർ, അവിടെ 10% BMS അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാനത് തുടക്കത്തിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോടും പറഞ്ഞതാണ്. നമ്മൾ ആ വിഷയം ഇതിന്റെ മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പണിമുടക്ക് എന്തിനു വേണ്ടി, അത് കേന്ദ്ര സർക്കാരിന് ഇപ്പോഴെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? BJPക്ക് മനസ്സിലായോ? എന്താണ് നിങ്ങൾ ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വന്നത്? ഈ 12 പോയിന്റിൽ 8 പോയിന്റ് നടപ്പിലാക്കി, 4 അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തീരുമാനിച്ചാലേ ഇവിടെയും നടപ്പിലാക്കാൻ പറ്റൂ എന്നൊക്കെയാണല്ലോ. ഈ 8 നടപ്പിലാക്കിയത് ഒന്നൊന്നായി പറയൂ. എന്തൊക്കെയാണ് ഇപ്പോൾ തൊഴിലാളി അനുഭവിക്കുന്ന നിങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ? ഞാൻ പ്രധാനപ്പെട്ട കാര്യം, വാസ്തവത്തിൽ ഈ സമരം നടക്കേണ്ടത് ലാലെ, പിണറായി വിജയനും ത്രിപുര സർക്കാരിനുമെതിരെയാണ് തൊഴിലാളികൾ സമരം നടത്തേണ്ടത്. കാരണം മിനിമം വേജസിന്റെ വിഷയത്തിൽ 18,000 രൂപയാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 18,000 രൂപ ആവശ്യപ്പെട്ട മിനിമം വേജസ് എത്ര രൂപയാക്കി? ഇന്ത്യയിൽ 10,050 രൂപയാക്കിയിട്ടുണ്ട് ഇപ്പോൾ. മാത്രമല്ല 18,000 രൂപയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിമം വേജസിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. ആ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗത്തിന്റെ യോഗത്തിൽ കഴിഞ്ഞ മാസം പങ്കെടുത്തു വന്നയാളാണ് ഞാൻ. 18,000 കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ CITU അവിടെ പങ്കെടുത്തിരുന്നില്ല. അവിടെ പങ്കെടുത്തിരുന്നത് AITUC ആണ്. 18,000 കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. അപ്പോ 160. ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കോട്ടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ശ്രീ AK പത്മനാഭൻ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ BMSനെ വിളിച്ച് ഈ മിനിമം വേജസിന്റെ കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയതിനകത്ത് AITUC പങ്കെടുത്തു, നിങ്ങളെപ്പോലുള്ള പലരും പങ്കെടുത്തില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? ആ കാര്യത്തിൽ എടുത്ത തീരുമാനം നടപ്പിലായിട്ടുണ്ടോ? നിങ്ങൾ അതിനെയും മറികടന്നാണോ പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത്? ശ്രീ പത്മനാഭൻ, ആ കാര്യത്തിൽ മാത്രം ഒരു വിശദീകരണം. ശ്രീ AK പത്മനാഭൻ, അദ്ദേഹത്തിന് ഈ കാര്യം കേൾക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എന്തായാലും 10,000 എന്ന ഒരു അക്കമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. ഈ 18,000 ആവശ്യപ്പെട്ടിടത്ത് ഏതാണ്ട് പകുതിയോളം നിങ്ങൾ സമ്മതിച്ചു ഈ മിനിമം വേജിൻ്റെ കാര്യത്തിൽ എന്ന്. അതായത് ഒരു ദിവസത്തെ വേതനം തന്നെ 350 രൂപയാക്കി എന്നാണല്ലോ നിങ്ങളിപ്പോൾ അവകാശപ്പെടുന്നത്. നേരത്തെ 246 ആയിരുന്നത്. ഇന്നത്തെ ഏത് തൊഴിലിനാണ് ഒരു ദിവസം 350 രൂപ കൊടുത്ത് തൊഴിലാളിയുടെ എല്ലാ ജീവിത പ്രാരാബ്ദങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ തന്നെ കേന്ദ്ര സർക്കാരിലെ മറ്റ് സർക്കാർ ജീവനക്കാർക്ക് നിങ്ങൾ കൊടുത്ത ഏറ്റവും കുറഞ്ഞ ശമ്പളമെങ്കിലും ഈ പാവപ്പെട്ട കാർഷികേതര വിദഗ്ധ അവിദഗ്ധ തൊഴിലാളികൾക്ക് കൊടുക്കണ്ടേ ശ്രീ ഗോപാലകൃഷ്ണൻ? അവിടെ എന്തുകൊണ്ടാണ് അങ്ങ് കൂടി അംഗമായിട്ടുള്ള ഈ വേജസ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ പോയത്? അതല്ലേ പണിമുടക്കിൻ്റെ ഒരു കാരണം? അപ്പോൾ ലാൽ, എനിക്ക് സമയം തന്നാലേ പറയാൻ പറ്റൂ. ഇടയിൽ കയറി ലാൽ ഉപദ്രവിക്കരുത്. അതായത് 18,000 ഇപ്പോൾ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. സർക്കാർ 167 രൂപയായിരുന്നു. ലാൽ പറയുന്ന പോലെ 249 രൂപയല്ല, 167 രൂപയായിരുന്നു രാജ്യമാസകലം ഉണ്ടായിരുന്നത്. ആ 167 രൂപയിൽ നിന്ന് മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് അത് 250 ആക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ 350 ആക്കിയത് മോഡി സർക്കാരാണ്. അപ്പോൾ മോഡി സർക്കാർ തൊഴിലാളികൾക്ക് ദ്രോഹമാണോ ചെയ്തത്, ഗുണമാണോ ചെയ്തത് എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കിട്ടണം, 7th പേ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, മിനിമം വേജസ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ മിനിമം വേജസ് 10,050 രൂപയാക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, CPM സർക്കാർ ഭരിക്കുന്ന ത്രിപുരയിൽ CITUവിന്റെ സ്വന്തം സ്ഥലത്ത് 4,030 രൂപയുള്ളൂ. ലാലെ, അതെന്താ?
അവിടെയല്ലേ ഇപ്പൊ കൂടുതൽ തൊഴിലാളി ദ്രോഹം നടക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് അവിടെ അവിടെയല്ലേ ഒരു ആദ്യം സമരം പണിമുടക്ക് നടത്തേണ്ടത്. നടത്താനുള്ള ഒരു നല്ല അവിടുത്തെ അവസരമല്ലേ? ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന്റെ ഈ ചൂഷണത്തിന് കൂട്ടുനിൽക്കുക അല്ലല്ലോ വേണ്ടത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അത് ശരിയാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ AK പത്മനാഭനെ ലഭ്യമായിട്ടുണ്ട്. ശ്രീ പത്മനാഭൻ, നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഈ മിനിമം വേജസിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തൊഴിലാളി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ AITUC ആണ് പങ്കെടുത്തത്, CIT ഒന്നും ഇല്ലായിരുന്നു. അവിടെ BMS ഒക്കെ ഉണ്ടായിരുന്നതാണ്. അവിടെ തീരുമാനിച്ചതനുസരിച്ച് ഇപ്പോൾ 350 ആക്കിയിട്ടുണ്ട്. 10,000 ചില്ലറ രൂപ മിനിമം വേതനം കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തിനു പിന്നെയും സമരത്തിന് പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് ഈ AITUC ഒക്കെ പോയി പങ്കെടുത്ത് കിട്ടിയ വിവരമൊന്നും ഈ കാര്യത്തിൽ ഇല്ലേ? അതുകൊണ്ടാണോ പണിമുടക്കിലേക്ക് പോയത് എന്നാണ് ശ്രീ ഗോപാലകൃഷ്ണന്റെ സംശയം. അല്ലല്ല, ഗോപാലകൃഷ്ണൻ മിനിമം വേജസ് അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ യോഗം ആഗസ്റ്റ് 29 നടന്നപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ അതിൽ പങ്കെടുത്തോ എന്നുള്ളതും എനിക്കറിയില്ല. മെയ് മാസം നടന്ന യോഗത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. 3 മണിക്ക് ആ യോഗം വിളിച്ചു. അത് അംഗങ്ങളെപ്പോലും അറിയിക്കാതെ ഹിമാചൽ പ്രദേശിലുള്ള CITUവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കാശ്മീർ സിംഗ് ഡൽഹിയിലെത്തി. BMSന്റെ പ്രതിനിധികൾ ഡൽഹിയിലുണ്ടായിരുന്നു. അവർക്ക് പോലും ആ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. സർക്കാർ മെയ് മാസം നടത്തിയ യോഗത്തിൽ ഇതാണ് ചെയ്തത്. അതുകൊണ്ട് ആ യോഗത്തിൽ ഒരു ചർച്ചയും നടക്കാതെയല്ലേ അവസാനിച്ചത്. ശ്രീ ഗോപാലകൃഷ്ണൻ ആ യോഗത്തിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അറിയാം. ആഗസ്റ്റ് 26 അറിയിച്ച് ആഗസ്റ്റ് 29 ഈ യോഗം നടന്നു. ആ യോഗത്തിൽ എന്താ നടന്നത്? എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. BMSന്റെ മെമ്പർമാർ 2 പേരും ഉണ്ടായിരുന്നല്ലോ. സ്വതന്ത്ര മെമ്പർമാരെന്ന പേരിലുള്ള BJPക്കാരുണ്ടായിരുന്നല്ലോ. എന്താ ചർച്ച ചെയ്തത്? അവരുൾപ്പെടെ, BMS ഉൾപ്പെടെ, സ്വതന്ത്ര മെമ്പർമാരുൾപ്പെടെ അന്ന് എന്താ ആവശ്യപ്പെട്ടത്? 18,000 രൂപ വേണമെന്നാണ്. 3 മണിക്ക് ആരംഭിച്ച യോഗം 4:30 മണിയായപ്പോൾ ലേബർ മിനിസ്റ്ററും ലേബർ സെക്രട്ടറിയും പ്രധാനമന്ത്രിയായിട്ട് ചർച്ചയ്ക്ക് പോയി. കമ്മിറ്റി അവിടെ നിർത്തി. ആ കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അങ്ങനെ ഒരു തീരുമാനമില്ലാത്ത കമ്മിറ്റി ഒരു തീരുമാനം എടുക്കാതെ ആ യോഗം അവസാനിപ്പിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി ഓൺ ദ ബേസിസ് ഓഫ് ദ ഡെലിബറേഷൻസ് ഇൻ ദ മിനിമം വേജസ് അഡ്വൈസറി കമ്മിറ്റി, മിനിമം വേജസ് അഡ്വൈസറി കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ അടിസ്ഥാനമാക്കി എന്ത് ചർച്ചയാണ് അവിടെ നടന്നത്? തൊഴിലാളികൾ, BMS ഉൾപ്പെടെ, സ്വതന്ത്ര മെമ്പർമാരുൾപ്പെടെ, ഞാൻ മനസ്സിലാക്കുന്ന ആ സ്വതന്ത്ര മെമ്പർമാരെല്ലാം ശ്രീ ഗോപാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവരുമാണ്. ഞാൻ തിരിച്ചു വരാം. ക്ലാരിഫിക്കേഷൻ അങ്ങനെയോട് ചോദിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ ചെയ്തത് ഗോപാലകൃഷ്ണൻ. അതായത് അല്ല പറയൂ, അത് പൂർത്തിയാക്കൂ. ഹലോ, അല്ലല്ല, അതായത് ഈ 350 രൂപയെന്ന് പറയുന്ന കാര്യം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ കമ്മിറ്റിയെ അറിയിക്കാൻ പോലും, അങ്ങനെ ഒരു ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറായില്ല. ഈ 18,000 എന്ന് പറഞ്ഞു. മുതലാളിമാരുടെ പ്രതിനിധികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ വ്യവസായത്തിന് അത് തകർച്ച ഏർപ്പെടാത്ത രീതിയിൽ ഒരു മിനിമം വേജസ് നിർണ്ണയിക്കണം. ഇതല്ലേ നടന്നത്? ശരി. പക്ഷെ ഗോപാലകൃഷ്ണൻ, അതായത് ഈ മിനിമം വേജസിനെ കുറിച്ചുള്ള ചർച്ചയിൽ പോലും നിങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുന്ന ആ മിനിമം വേജസിന്റെ കാര്യത്തിൽ പോലും നടന്ന ചർച്ച അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ള കുറേ ആളുകൾ, കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളുകൾ മാത്രം അറിഞ്ഞ ചില കാര്യങ്ങൾ ഓൺ ദ ബേസിസ് ഓഫ് നിങ്ങളുടെയൊക്കെ അറിവ്, അതാണ് ഈ 10,000 ചില്ലറ രൂപയെങ്കിലും കൊടുക്കുന്ന കാര്യത്തിലേക്കുള്ള ഒരു ഉത്തരവായി മാറിയത്. അതുപോലും വേണ്ട രീതിയിലുള്ള കൺസൾട്ടേഷൻസ് ഒന്നും ഇല്ലാതെയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇതുപോലെ പകുതിയിൽ നിർത്തി നിങ്ങളിപ്പോൾ ഈ പണിമുടക്കിനെ ചോദ്യം ചെയ്യാനായി, പണിമുടക്കിലേക്ക് പോകേണ്ടതില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾ വെച്ചിട്ടുള്ളത്? ഈ 8 കാര്യങ്ങളിൽ ഒന്ന് ഇങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ, പകുതിയിൽ നിൽക്കുന്നതാണല്ലോ, ആരും അറിയാതെ എടുത്ത തീരുമാനമാണല്ലോ. ബാക്കി എന്തൊക്കെയുണ്ട്? ലാലെ, ഞാൻ പകുതിയിലൊന്നും നിർത്തണ്ട. എല്ലാവർക്കും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. സ്വതന്ത്ര മിനിമം വേജസിൽ സ്വതന്ത്ര അംഗങ്ങളുണ്ട്. അത് ഏത് പാർട്ടി വന്നാലും ആ പാർട്ടികളുമായി ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും സ്വതന്ത്രരായി എടുക്കാറുണ്ട്. അത് UPA 1 എടുത്തിരുന്നു, UPA 2 എടുത്തിരുന്നു, കോൺഗ്രസ് ഭരിക്കുമ്പോൾ എടുത്തിരുന്നു. അങ്ങനെയാണ് ഈ പ്രതിനിധി ഞാൻ. എനിക്ക് 4 ദിവസം മുമ്പ് കത്ത് കിട്ടി. ബഹുഭൂരിപക്ഷം ട്രേഡ് യൂണിയൻ്റെ ആളുകളും അവിടെ പങ്കെടുത്തു. AITUC പങ്കെടുത്തു, INTUCയുടെ ആളുകൾ പങ്കെടുത്തു, BMSന്റെ ആളുകൾ പങ്കെടുത്തു. CITU പങ്കെടുക്കാതെ പോയത് അറിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല.
രണ്ടാമത്തെ കാര്യം 350 രൂപയാക്കിയതും ബഹുമാനപ്പെട്ട പത്മനാഭൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിത്തിരി സങ്കടമുള്ള കാര്യമാണ്. 350 രൂപയാക്കിയത് അറിഞ്ഞില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈ 350 അല്ലല്ലോ അവരുടെ ആവശ്യം. അങ്ങയുടെ തന്നെ പിന്തുണയുള്ള BMS പോലും ആവശ്യപ്പെട്ടത് 10,000 വേണമെന്നാണ്. ആ 10,000 350 അല്ല ഒരു ദിവസം. അല്ല അങ്ങനെ അതെ ലാലെ 18,000 ആവശ്യപ്പെട്ടു. പക്ഷെ ഇത്രയും കാലം കൊടുത്തിരുന്നത് 167 രൂപയാണ്. ആ 167 രൂപയിൽ നിന്ന് 350 രൂപ ആക്കിയത് ഈ സർക്കാരല്ലേ? ഈ 167 രൂപ കൊടുത്തിരുന്ന സമയത്ത് കേന്ദ്രം ഭരിച്ചിരുന്നത് UPA സർക്കാരായിരുന്നല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. ആ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ BMS ഉൾപ്പെടുന്ന ട്രേഡ് യൂണിയനുകളൊക്കെ പോയി പണിമുടക്കിയല്ലോ. ഈ 167 പോരാ, നിങ്ങൾക്ക് ഈ 10,000-ത്തിലേക്ക് എത്തുന്ന തുക വേണമെന്ന് നിങ്ങൾ ഉൾപ്പെടെയാണല്ലോ പോയി അന്ന് പണിമുടക്കിയത്. അന്ന് പണിമുടക്കിയവർ 2013 പോയി പണിമുടക്കിയവർ ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുട്ടി വെളുത്തപ്പോഴേക്കും നരേന്ദ്രമോദി വന്നപ്പോഴേക്കും 350 മതി എന്ന് കുറച്ചുപേർ ചേർന്ന് തീരുമാനിച്ചുറപ്പിച്ചത് എന്തുകൊണ്ടാണ്? 167-ൽ നിന്ന് 10 പൈസ പോലും കൂട്ടാൻ അന്നത്തെ സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ടാണ് സമരത്തിന് പോയത്. ഈ സർക്കാർ അതല്ല, 167-ൽ നിന്ന് ഡബിളാക്കി 350 ആക്കി. ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട പത്മനാഭൻ, ത്രിപുരയിൽ 4,030 രൂപയാ. അതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന 4,030 രൂപ അവരുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അതിനെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഞാൻ തിരിച്ചു വരാം. മറ്റൊന്നും ഈ കാര്യത്തിൽ മാത്രം, ഈ പോയിന്റിൽ മാത്രം ചർച്ച ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ശ്രീ പത്മനാഭൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ 167 രൂപ തൊഴിലാളിക്ക് മിനിമം വേതനം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ കേന്ദ്രം ഭരിച്ചിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ്. ആ നയങ്ങൾ തന്നെ തുടരുകയാണല്ലോ ഇപ്പോഴും. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ട്രേഡ് യൂണിയൻ സംഘടനയ്ക്ക് ആത്മാർത്ഥമായി ഈ 12 പോയിന്റുകളും മനസ്സിൽ വെച്ച് താലോലിച്ച് ഈ പണിമുടക്കിൽ പങ്കെടുക്കാൻ സാധിക്കുക? ഒരു കാര്യം അതിന് മുമ്പ് ക്ലാരിഫൈ ചെയ്തോട്ടെ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഞാൻ എന്തോ ഒരു തൊഴിലാളി നേതാവായിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു തൊഴിലാളി നേതാവല്ല. ഞാനൊരു കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റിൽ ശ്രീ പത്മനാഭൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആധികാരികമായി ഞാൻ അതിലേക്ക് വരണ്ട എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. ഇവിടെ ശരിയാണ്, അന്ന് UPA കാലത്തും പക്ഷെ അന്നും INTC ഉണ്ടായിരുന്നു. അന്നും INTC പങ്കെടുത്തിട്ടുണ്ട് സമരത്തിൽ. അത് മനസ്സിലാക്കണം. അപ്പം INTC എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ സംഘടന നിലയ്ക്ക് അവർ പലപ്പോഴും മിക്കവാറും സന്ദർഭങ്ങളിൽ അവർ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും ആ തൊഴിലാളിയുടെ താല്പര്യത്തിന് അവരുടെ പൊതുവായ കാര്യങ്ങൾക്ക് അവർ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ശ്രീ ആൻ്റണി അന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി തീർക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇത് 10,050 എന്ന് പറഞ്ഞാൽ 350 വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിൽ അതിലും കൂടുതൽ കിട്ടുന്നവരല്ലേ ബഹുഭൂരിപക്ഷം പേരും, പ്രത്യേകിച്ച് അൺസ്കിൽഡ് ആൾക്കാർ അല്ലെങ്കിൽ സ്കിൽഡ് ആൾക്കാർ. ഇവിടെ അടിസ്ഥാനപരമായി കാർഷിക മേഖലയിൽ പങ്കെടുക്കുന്നവർ, ജോലിയെടുക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റേഴ്സ് സെക്ടറിൽ പണിയെടുക്കുന്നവർ, അവർക്കാണ് ഈ മിനിമം വയസ്സ് കൂട്ടിക്കൊടുക്കേണ്ടത് വരുന്നത് അവിടെയാണ്. പക്ഷേ കേരളം പോലെ സംസ്ഥാനത്ത് ഇപ്പോൾ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് പോലും ഇതിൻ്റെ ഇരട്ടി കിട്ടുന്നു. അതല്ല യാഥാർത്ഥ്യം. അപ്പോൾ അഖിലേന്ത്യാ തലത്തിലെടുക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന ഈ 18,000 രൂപയിലേക്ക് എത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് UPA കാലത്ത് അന്നത്തെ ഗവൺമെൻറ് ബോധ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും BJPക്ക് അത് ബോധ്യപ്പെട്ടേക്കാം. പക്ഷേ അവർ ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ ഒരു ചർച്ചയിലൂടെ ഇത് പ്രഖ്യാപിക്കുന്നതിന് പകരം അവർ ചെയ്തത് സ്വല്പം ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതിന് വേണ്ടി BJP ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു കൂട്ടി ഇത് പ്രഖ്യാപിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ 2013 വരെ സമരം ചെയ്ത BJP അല്ലെങ്കിൽ BMS അതിൽ പിന്മാറുന്നത് അത് രാഷ്ട്രീയമായിട്ടാണ് എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ലാലൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ അതിന് പെട്ടെന്ന് ഒരു മറുപടി 10 സെക്കൻഡിൽ പറഞ്ഞിട്ട് എനിക്ക് ശ്രീ പത്മനാഭൻ ഇതിനകത്ത് കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അല്ല, ഇനി പത്മനാഭൻ കമന്റ് ചെയ്യുന്നതിനോട് ഒറ്റ കാര്യം ഒന്ന് പത്മനാഭനോട് ചോദിക്കൂ. എന്താ ത്രിപുര സർക്കാരിനെതിരെ സമരം അത് അങ്ങ് നേരത്തെ ഉന്നയിച്ചതാണല്ലോ. അത് ശ്രീ പത്മനാഭൻ കേട്ടിട്ടുണ്ട്. ശ്രീ പത്മനാഭൻ, എനിക്ക് ഈ കാര്യത്തിൽ ഇതുവരെ നടന്ന ചർച്ചയിൽ അങ്ങ് പറയാൻ ഉദ്ദേശിച്ച പോയിന്റുകൾ ശ്രീ പത്മനാഭൻ താങ്കളൊന്ന് അതിനകത്ത് ഇടപെട്ട് പറയുന്ന കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിക്കുക. ഇപ്പൊ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലൊക്കെ മിനിമം വേജസ് പലപ്പോഴും പല തൊഴിലാളികൾക്കും ഈ പറയുന്ന 350-നേക്കാളും ഒക്കെ വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ടാണോ ഈ പണിമുടക്കിനെ ചില മാധ്യമങ്ങളെങ്കിലും കേരളത്തെ ഈ പണിമുടക്ക് ഒരു അവധിയുടെ മൂഡിൽ ആഘോഷമാക്കിയാണ് ചിലരെങ്കിലും കരുതുന്നത് എന്ന തരത്തിലേക്ക് പരിഹസിക്കുന്നത് നമ്മൾ കണ്ടത്? അല്ല, ഹലോ പറഞ്ഞോളൂ ശ്രീ പത്മനാഭൻ. ഹലോ ഹലോ അതിനു മുമ്പ് മറ്റ് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. മോഡിക്കെതിരായി നടക്കുന്ന, അതിനിടയിൽ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. മോഡിക്കെതിരായി നടക്കുന്ന ഒരു തമാശയാണ് ഈ സമരമെന്ന് ശ്രീ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരു അഡ്വക്കറ്റ്, BJP പോലുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധി, BMSകാരെ ഡിഫെൻഡ് ചെയ്യുന്നവർ ഇന്ത്യയിലെ പ്രധാന സംഘടനകളിലൊന്നാണ്. തൊഴിലാളികളുടെ പണിമുടക്ക് സർക്കാരിനെതിരായ ഒരു തമാശയാണെങ്കിൽ 2013 നടത്തിയ തമാശകളിൽ എന്തിനു വേണ്ടിയാണ് BMSും പങ്കെടുത്തത് എന്നുള്ളത് പറയണം. BJP എന്നുള്ള പാർട്ടിയോ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയോ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചക്കല്ല ഞാൻ തയ്യാറാവുന്നത്. INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരു ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഞങ്ങളോടൊപ്പം നിന്ന് പണിമുടക്കാൻ തയ്യാറായി എന്നുള്ള ആ യാഥാർത്ഥ്യം, അതുപോലെ തന്നെ BMS ആ കഴിഞ്ഞ സർക്കാർ കാലം വരെ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ 1991 തുടങ്ങിയതാണ് ഈ സമരം. സാമ്പത്തിക നയങ്ങളെ പറ്റി ഒന്നും നിങ്ങൾ പറയരുത് എന്ന് BMS പറഞ്ഞാലോ മോഡിയോ അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലിയോ പറഞ്ഞാലും ഇന്ത്യയിലെ തൊഴിലാളികൾ അംഗീകരിക്കില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവകാശങ്ങളുമുണ്ട്. അത് വച്ച് തന്നെ പറ്റൂ. അത് നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ഇന്ത്യയിലെ തൊഴിലാളികൾ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി ശക്തമായി പറയും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പാടില്ല എന്ന് BJP മാത്രമല്ല, BMS മാത്രമല്ല, BJPക്കാരും RSSകാരും BMSകാരും എല്ലാം ഉള്ള സ്വദേശി ജാഗരൺ മഞ്ച് 91 തൊട്ട് പറയുന്നതാണ്. അതൊക്കെ കളിയും തമാശയായിട്ടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ തോന്നുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു മൂലയിലേക്ക് നിർത്തണം. തീർച്ചയായിട്ടും ഈ പണിമുടക്കിനെ തമാശയായിട്ടാണോ കണ്ടത് എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ പത്മനാഭൻ, ഗോപാലകൃഷ്ണൻ ഒരുപക്ഷെ ഇനി ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം വരാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഒന്ന് ഇപ്പോൾ പ്രതികരിക്കാനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഈ ത്രിപുരയിൽ വളരെ കുറവാണ് കൂലി എന്ന്, ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് കൂടുതലാണ്, ഈ 350-നേക്കാൾ കൂടുതലാണ് എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ കൂടി ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്നവർ അഭിമുഖീകരിക്കേണ്ടി വരില്ലേ? ഈ ചില ഇടങ്ങളിൽ ഇടത് ട്രേഡ് യൂണിയനുകൾക്ക് പിന്തുണയുള്ള സ്വാധീനമുള്ള സ്ഥലങ്ങളിലും ഈ കൂലി ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് ഗോപാലകൃഷ്ണനൊക്കെ ഒരുപക്ഷെ ചർച്ചയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അല്ലല്ല, അതിൽ യാതൊരു സംശയമില്ല. തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടുന്ന കൂലി, കേരളത്തിൽ കിട്ടുന്ന കൂലി തമിഴ്നാട്ടിൽ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള വ്യവസായങ്ങൾ, കശുവണ്ടി ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ തമിഴ്നാട്ടിലേക്ക് വന്നു, എൻ്റെ സംസ്ഥാനത്തിലേക്ക് വന്നു. അവിടെ ഞങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൊല്ലം മുതലാളിമാരെല്ലാം തിരിച്ച് കൊല്ലത്തെത്തി. ഇതൊക്കെ കേരളത്തിലുള്ള കശുവണ്ടി മേഖലയിലുള്ള BMSകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ കേരളത്തിലായാലും ത്രിപുരയിലായാലും തമിഴ്നാട്ടിലായാലും ഇന്ത്യയിൽ എവിടെയായാലും തൊഴിലാളികൾ അവരുടെ സമരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം കൊണ്ടെന്നുള്ളതല്ല ഈ കാര്യം. ഇപ്പോൾ 167 350 ആക്കിയതൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണനെ പോലുള്ള, അതും മിനിമം വേജസ് അഡ്വൈസറി കമ്മിറ്റിയിൽ മെമ്പർമാരായിട്ടുള്ളവർ 240 രൂപയാണ് ഇപ്പോൾ വാങ്ങുന്നതെന്നും അതാണ് 350 ആയത് എന്നെങ്കിലും പറയാൻ തയ്യാറാവണം. 167 350 എന്ന് പറഞ്ഞ് ഇരട്ടിയാക്കി എന്നൊക്കെ പറയരുത്. 100 രൂപ കൂടുതലാക്കി എന്നുള്ളത് പറഞ്ഞാൽ മതി, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ 100 രൂപ കൂടുതലാക്കുക എന്നുള്ളത് തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങളോടും അത് ഒരു ദേശീയ ഫ്ലോർ ലെവലാക്കി മാറ്റണം എന്നുള്ള നിലപാടുകളോടും ഇനിയും സർക്കാർ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് പറയണം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം ശ്രീ ഗോപാലകൃഷ്ണൻ വീണ്ടും പറയുന്നത് CITയോടെ വന്നില്ല എന്നുള്ളതാണ്. അത് മെയ് മാസത്തിൽ നടന്ന യോഗമാണ്. അന്ന് ഉച്ചയ്ക്ക് ആ ലേബർ സെക്രട്ടറിയുടെ മുമ്പിൽ എത്ര വഴക്ക് നടന്നു എന്നുള്ളത് ശ്രീ ഗോപാലകൃഷ്ണൻ അറിയില്ല.
പക്ഷെ ആഗസ്റ്റ് മാസത്തിൽ നടന്ന യോഗത്തിൽ ഗോപാലകൃഷ്ണൻ പോയിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗോപാലകൃഷ്ണൻ മെമ്പർ ആണെങ്കിൽ ആഗസ്റ്റ് ശരി, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അതാണ് ഇപ്പൊ ഇതിനെ തമാശയായിട്ട് ആരാണ് കാണുന്നത്? ഈ തൊഴിലാളികളുടെ കാര്യങ്ങൾ, പണിമുടക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിനെ തമാശയായിട്ട് ആരാണ് ശ്രീ ഗോപാലകൃഷ്ണൻ കാണുന്നത്? ഈ ചർച്ച വിളിക്കുമ്പോൾ ചില ആളുകളെ ഉച്ച സമയത്ത് വിളിച്ചിട്ട് 3 മണിക്ക് തൊഴിലാളി നേതാക്കൾ, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെയൊക്കെ പല സംസ്ഥാനങ്ങളിലായിരിക്കും അവർ ഇന്ന 3 മണിക്ക് മുമ്പ് എത്തുക എന്ന് പറയുക, ആരാണ് തമാശയായിട്ട് കാണുന്നത്? അതുപോലെ 2013 അവസാനം വരെയും ഈ കൂലി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇനി പണിമുടക്ക് വേണ്ട എന്ന് തീരുമാനിക്കുക. പണിമുടക്കിനെ ആരാണ് തമാശയായിട്ട് കാണുന്നത്? തൊഴിലാളി പ്രശ്നങ്ങളെ ആരാണ് തമാശയായിട്ട് കാണുന്നത്? ഈ ത്രിപുരയിലും കേരളത്തിലും ഒക്കെ ഇന്ന് തൊഴിലാളി പണിമുടക്കി. അവിടെയുള്ള സർക്കാരുകൾക്കും ആ കാര്യത്തിൽ ഈ പണിമുടക്കിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അവിടുത്തെ സർക്കാരുകൾക്കും ആ കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇതൊരു കൃത്യമായ പണിമുടക്കിനെ എന്തിനനുകൂലിക്കണം പ്രതികൂലിക്കണം എന്ന് ആരൊക്കെയാണ് രാഷ്ട്രീയം കളിക്കുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതിവിടെ വെളിവാകുകയും ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ലാൽ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വസ്തുനിഷ്ഠമായ ഫാക്റ്റുകൾക്ക് വളച്ചൊടിച്ചു പോകരുത്. ഞാനൊരു കാര്യം പറയട്ടെ, തമാശ ട്രേഡ് യൂണിയൻ്റേതാണ്, തമാശ തൊഴിലാളികളുടേതല്ല. തമാശ തൊഴിലാളികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് കൊച്ചിൻ പോർട്ടിൽ 51% തൊഴിലാളികൾ കയറിയത്, 62% തൊഴിലാളികൾ ഷിപ്പ് യാർഡിൽ കയറാൻ കാരണം അതുകൊണ്ടാണ്. തമാശയായിട്ടാണ് അവർ കണ്ടത് ട്രേഡ് യൂണിയനെ, തൊഴിലാളികളല്ല. അടുത്തത്, ഞാൻ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, 167 രൂപയായിരുന്നത് 350 ആക്കി. ഇപ്പോൾ ലാല് 2-3 പ്രാവശ്യമായി പറയുന്നു കേരളത്തിൽ 10,000-നേക്കാൾ കൂടുതൽ. ലാലിന് ഒരു 3-4 സെക്ടർ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ രേഖയുണ്ട്. കേരളത്തിലെ മിനിമം വേജസ് 10,000 രൂപയുടെ മുകളിലുള്ള മിനിമം വേജസിന്റെ മേഖല ഒന്ന് പറഞ്ഞു തരൂ, ഒന്ന് കേൾക്കട്ടെ ഞാൻ. ഏത് തൊഴിലാളിക്കാണ് മിനിമം വേജസ് കേരളത്തിൽ 10,000 രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നത്? ലാലെ തെറ്റിദ്ധരിക്കണ്ട, കേരളത്തിൽ മാത്രം തന്നെ ഉള്ളൂ. അപ്പൊ മറ്റൊരു കാര്യം, ലേബർ ഗോപാലകൃഷ്ണൻ, ഈ BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെയും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെയും ഒക്കെ ഈ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളെക്കാൾ കൂലി ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അല്ല, ബംഗാളിൽ നിന്ന് കണ്ടമാനം ആളുകൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റുമോ? മമതാ ബാനർജി അവിടെ ഭരിക്കാൻ വന്നതിന് ശേഷമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷം ഭരിച്ചിട്ട് അല്ല, മിനിമം വേജസ് ഒരിക്കൽ കൊണ്ടുവന്നിട്ട് കുറയ്ക്കാൻ പറ്റില്ല ലാലെ. ലാലിന് ഇതൊക്കെ അറിയാവുന്നതല്ലേ. ഒരിക്കൽ മിനിമം വേജസ് വന്നിട്ട് ആ മിനിമം വേജസ് വെട്ടി കുറയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു സംസ്ഥാനത്തും. അപ്പൊ ബംഗാളിൽ നിന്ന് 25 ലക്ഷം ഇവിടേക്ക് വരാൻ കാരണം, അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വരാൻ കാരണം മിനിമം വേജസ്. ശരി, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾ പറഞ്ഞ സിദ്ധാന്തം തന്നെ നമുക്ക് എടുക്കാം. ഈ 4 പോയിന്റ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഈ ആഗോളവൽക്കരണത്തിന്റെയും ഈ വലിയ സാമ്പത്തിക നയത്തിന്റെയും ഒക്കെ പ്രശ്നം, അത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ശരിയാക്കി കൊടുത്താൽ ഈ സംസ്ഥാനങ്ങൾക്ക് അത് കൂടുതൽ എളുപ്പമാകും. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ അതേ നയം തുടരുകയല്ലാതെ. വഴിപഴച്ചു പോകേണ്ട നമ്മുടെ ചോദ്യവും ഉത്തരത്തിലും നിങ്ങൾ എന്നോട് ചോദിച്ചത് തൊഴിലാളികളുടെ സമരമാണ്. അത് 8 പോയിന്റാണ് പറഞ്ഞത്. അതിലെ ആദ്യത്തെ പോയിന്റ് മിനിമം വേജസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറയാം, ബോണസ്. എന്താ ലാലിന് കേൾക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ഈ പ്രേക്ഷകർ കേൾക്കട്ടെ, പത്മനാഭനും കേൾക്കട്ടെ, ഡൊമിനിക് പ്രസന്റേഷൻ കേൾക്കട്ടെ. എത്രയാണ് ബോണസ്? 1ാം UPA സർക്കാരിലും 2ാം UPA സർക്കാരിലും 21,000 രൂപ ബേസിക് വെച്ചുകൊണ്ട് 3,500 രൂപയായിരുന്നില്ലേ? ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ 21,000 രൂപയ്ക്ക് 7,000 രൂപയാക്കിയില്ലേ? 3,500. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ഈ ബോണസിന്റെ കാര്യത്തിൽ എനിക്കുള്ള അറിവ്, ഈ കഴിഞ്ഞ 2 വർഷമായി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ബോണസ് കൊടുത്തിട്ടില്ല എന്നാണ്. ശ്രീ AK പത്മനാഭൻ, ആ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം? അല്ലല്ല, ബോണസ് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ബോണസ് നിയമത്തിലുള്ള എല്ലാ സീലിങ്ങുകളും അവസാനിപ്പിക്കണമെന്നാണ് BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടത്. 3,500 രൂപ കണക്ക് വെച്ചാണ് ബോണസ് കൊടുത്തിരുന്നത്. അത് 7,000 രൂപയാക്കി വർദ്ധിപ്പിക്കാനും, അത് ഗോപാലകൃഷ്ണൻ തന്നെ തെറ്റായിട്ടാണ് പറഞ്ഞത്, 10,000 രൂപ എന്നുള്ളത് 21,000 രൂപയാക്കിയും ഈ സർക്കാർ വന്ന ശേഷമാണ് മാറ്റിയത്. പക്ഷെ ഇപ്പം നടന്ന പ്രഖ്യാപനം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? കഴിഞ്ഞ കൊല്ലം കൊടുക്കേണ്ട ബോണസ്
ശരി, ആ സർക്കാർ ഉണ്ടാക്കിയ നിയമം അത് സർക്കാർ ജീവനക്കാർക്ക് ബാധകമല്ല, ഫാക്ടറികൾക്കേ ബാധകമാവുള്ളൂ. പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് അത് സാധാരണ ആ നിയമ ഭേദഗതി ചെയ്താൽ നടപ്പിലാക്കാറുണ്ട്. അത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊടുക്കേണ്ട ബോണസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടാണ് ചില മാധ്യമങ്ങൾ ഇരട്ട ബോണസ് എന്നും പറഞ്ഞ് വാർത്ത കൊടുത്തത്. അത് ശരിയാണ്, നിയമം ഭേദഗതി. ആ നിയമം ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി. അത് UPA ആണോ NDA ആണോ എന്നുള്ളതല്ല, കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി എല്ലാ ട്രേഡ് യൂണിയനുകളും തുടർച്ചയായി നടത്തിയ സമരത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം അതിനിടയിൽ പറഞ്ഞ ഒരു കാര്യത്തിനും കൂടി മറുപടി പറയാൻ എനിക്ക് സമയം വേണം. കൊച്ചിൻ പോർട്ടിൽ 51% പേര് വന്നു, അതുകൊണ്ടായിരിക്കും നേവിയെ ഉപയോഗിച്ച് അവിടെ തുറമുഖത്ത് പണിയെടുപ്പിക്കേണ്ടി വന്നത്. ഏറ്റവും നേവിയുടെ ഇന്നത്തെ നേവിയെ ഉപയോഗിച്ച് പണിയെടുത്താണ് ഇന്ന്. ഏറ്റവും അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ്. തൊഴിലാളികൾ പണിമുടക്കിയപ്പോൾ ആ പണിമുടക്കിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യയുടെ ഡിഫൻസിൽ പണിയെടുക്കേണ്ട നേവിയെ ഉപയോഗിച്ച് ഇന്ന് തുറമുഖത്ത് ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് ISROയിലെ പണിയും മുടങ്ങി എന്നുള്ളതും വാർത്ത തന്നെയാണ്. അതും കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ. ശ്രീഹരിക്കോട്ടയിലേക്ക് പോകുന്ന മിസൈലുകളുടെ പണിയൊക്കെ മുടങ്ങിപ്പോയി എന്നാണ് അറിഞ്ഞത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നമുക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഈ സമരത്തെക്കുറിച്ചുള്ള പണിമുടക്കിനെ കുറിച്ചുള്ള തൊഴിലാളികൾക്ക് ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വലിയ പണിമുടക്കുകൾ നടക്കുമ്പോൾ, ഒരുപക്ഷെ ഇതുപോലെയുള്ള ദേശീയ പണിമുടക്കുകളൊക്കെ കേരളത്തിൽ വിജയിച്ചും ത്രിപുരയിൽ വിജയിച്ചും ബംഗാളിൽ വിജയിച്ചും ഒക്കെയാണ് ഒരുപക്ഷെ ഇന്ത്യ ഒട്ടാകെയുള്ള തൊഴിലാളികൾക്ക് അത് അനുകൂലമായി മാറിയിട്ടുണ്ട്. ആ തരത്തിലുള്ളൊരു പണിമുടക്ക് വരുമ്പോൾ അത് സമഗ്രമായ പണിമുടക്കായി മാറുന്നതിന് വേണ്ടി INTUC പോലും ശ്രമിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലും ഈ പണിമുടക്കിനെതിരെ അത് ഇവിടെ ചിലരെങ്കിലും ആഘോഷമാക്കുന്നു എന്ന് പറഞ്ഞും ചിലർക്കൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും ഈ ഹാജർ നിലയിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയും പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആ കൂട്ടത്തിലായി പോകുന്നുണ്ടോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷന്റെ കാഴ്ചപ്പാടും? ഒരു സംശയമാണ്, ക്ലാരിഫിക്കേഷൻ. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഈ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നം കേരളത്തിൽ വന്നതെന്നറിയോ? കേരളത്തിൽ ഈ പണിമുടക്ക് പലപ്പോഴും ഹർത്താലും ബന്ധുവായിട്ട് മാറുവാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊരു അവേർഷനുണ്ട്, അത് യാഥാർത്ഥ്യമല്ലേ? ഇപ്പം മിക്കവാറും നമ്മുടെ പ്രാദേശികമായി ഉണ്ടാകുന്ന ഒരു സംഘർഷം ഉണ്ടായാൽ അപ്പം ചെയ്യുന്നത് എന്താ? ആ പഞ്ചായത്തിൽ അന്ന് ഹർത്താൽ അല്ലെങ്കിൽ അവിടെ ബന്ധെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് പലപ്പോഴും അസൗകര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് 6 മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഈ ദേശീയ പണിമുടക്കിനോട് പോലും കുറേ പേർക്ക് ഉള്ള അവേർഷനതാണ്. ഞാൻ ഈ പണിമുടക്കിനെ കാണുന്നത് തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് അല്ലാത്ത സാധാരണക്കാരായ തൊഴിലാളികളുടെ മിനിമം വേജ് ഉൾപ്പെടെ അവരുടെ ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ട്രേഡ് യൂണിയൻ നടത്തുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു. BMS ഉൾപ്പെടെ INTUC CA2A എല്ലാവരും നടത്തിയൊരു സമരം ഇതാണ്. അതുകൊണ്ടാണ് ഞാനതിനെ പിന്താങ്ങുന്നത്. പക്ഷേ ഇവിടെ അവേർഷം വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ എത്ര സ്ഥലത്ത് എവിടെയെങ്കിലും കൊലപാതകം ഉണ്ടായാൽ ആ പ്രദേശത്ത് അപ്പോൾ ഹർത്താലാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ യാത്ര ചെയ്യാനുള്ള എയർപോർട്ടിൽ 6 കൊല്ലവും അല്ലെങ്കിൽ അതിന് മുമ്പും ഒക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. ഞാൻ തിരിച്ചു വരാൻ നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചുരുങ്ങിയ സമയത്തിൽ അന്വേഷിക്കുന്നത് ഈ പണിമുടക്കിന് ശേഷവും കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് തുറക്കാനിടയുണ്ടോ? ഇടവേളയിലേക്ക്. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരു 3 മിനിറ്റാണ് ലഭിക്കുക. എല്ലാവരും ഓരോ മിനിറ്റ് വീതം മാത്രമേ ഉത്തരം പറയാൻ എടുക്കാവൂ എന്ന് അഭ്യർത്ഥനയുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു കാര്യം ഇതാ ചെയ്തിരിക്കുന്നു, ഈ തൊഴിലാളികളുടെ 12 പോയിന്റിൽ ഒരു 4 എണ്ണമെങ്കിലും ഇതാ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് കൃത്യമായി പറയാൻ, അതുപോലെ തൊഴിലാളികളുടെ കൂടെ നിന്നിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് ആകാത്തതാണ് ഇപ്പോഴും ഈ തർക്കത്തിന് കാരണം? അത് ഈ കേട്ട പ്രേക്ഷകർക്ക് ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല, ലാലിന് മാത്രമേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. ഒരു മിനിറ്റ് താങ്കൾക്ക് ആ ഒരു 4 കാര്യം പെട്ടെന്ന് പറയൂ. അതായത് നിങ്ങൾ ആലോചിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിച്ച കാര്യമല്ല, ഇത് നടപ്പിലാക്കാൻ ഉത്തരവിട്ടിരിക്കുന്ന കാര്യങ്ങൾ. നടപ്പിലാക്കാൻ ഉത്തരവിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10,050 രൂപ. അത് ഇന്ത്യയിലെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മിനിമം വേജസ് 10,000-ന് മുകളിലില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളതാണ്. കേരളത്തിൽ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നാണോ നരേന്ദ്രമോദി സർക്കാർ നോക്കി ഇരിക്കുന്നത്? അതുപോലെ ചെയ്യാനാണോ ഈ കേന്ദ്ര സർക്കാരിന്റെ ജീവനക്കാർക്ക് കൊടുത്ത മിനിമം തുകയെങ്കിലും കൊടുക്കാൻ ഈ കർഷക തൊഴിലാളികളും അവരും അതിന് അർഹരല്ലേ?
അല്ല, ലാൽ ഇടയിലിടയിൽ ചോദിക്കണ്ട. എനിക്ക് തന്ന സമയത്ത് ഞാൻ മുഴുവനാക്കട്ടെ, ഇടയിൽ സംസാരിക്കരുത്. അടുത്തത് ബോണസിന്റെ കാര്യമാ. ഞാൻ ചോദിക്കട്ടെ, 7000 രൂപ കേന്ദ്ര ഗവൺമെന്റ് ബോണസ് കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കൊടുത്തത് 3500. സമരം നടക്കേണ്ടത് കേരളത്തിലെ കേരള സർക്കാരിനെതിരെയാ. നിങ്ങൾ ചോദിക്ക പത്മനാഭനോട്, എന്റെ 7000 കൊടുക്കാതെ കേരളത്തിലെ തൊഴിലാളികളെ 3500 കൊടുത്തു പറ്റിച്ചത് എന്തിനാ? കേന്ദ്രം 7000 കൊടുക്കാൻ പറഞ്ഞപ്പോ, കേന്ദ്ര ഗവൺമെന്റ് 7000 കൊടുത്തപ്പോ എന്റെ കേരളത്തിലെ ഗവൺമെന്റിന് 3500 കൊടുത്തത് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ CIT-യും കൈരളി ചാനലും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാം, അതുകൊണ്ട് പറയാ കോൺട്രാക്ട് ലേബേഴ്സിന്റെ അതും വേണ്ട. എന്നാലും ഒരു കാര്യം ചെയ്യാം, കോൺട്രാക്ട് ലേബേഴ്സിന്റെ കാര്യത്തിൽ, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് 5 ഡിപ്പാർട്ട്മെന്റ്, അതിലെ 3 ഡിപ്പാർട്ട്മെന്റിലെ സോഷ്യൽ സെക്യൂരിറ്റി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ PF പെൻഷൻ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പത്മനാഭൻ, അങ്ങയിലേക്ക് വരാൻ സമയമില്ല. ശ്രീ പത്മനാഭൻ, കേന്ദ്ര സർക്കാർ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ അവസാനത്തെ പണിമുടക്കാണ് ഈ നടന്നത് എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടത്. കാരണം എല്ലാം കിട്ടിയല്ലോ, ഇനി പണിമുടക്കിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കാണണോ? അല്ലല്ല, ഈ പണിമുടക്കിന് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെ കുറിച്ച് കൈരളി TV ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ അതിനുള്ള സമയം ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് വിശദീകരിക്കാൻ ശ്രീ ഗോപാലകൃഷ്ണന് തന്നെ സമയം കൊടുക്കണം. കോൺട്രാക്ട് തൊഴിലാളികൾക്ക് വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്തു? പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ 2000 ആക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? അപ്പോൾ ഈ ഓരോ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് സർക്കാർ ഇങ്ങനെ തുടരുകയാണല്ലോ, അത് എവിടെ നിന്നാണ്? ഈ വിവരങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കേരളത്തിലെ BMSകാർ പോലും ശ്രീ ഗോപാലകൃഷ്ണന് വെറുതെ വിടില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചർച്ച എന്നുള്ളത് ഇനിയൊരു ദിവസം ഇപ്പം അവസാനം പറഞ്ഞ കാര്യങ്ങൾ നേരമില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, തീർച്ചയായും വളരെ ശക്തമായി ഇല്ല, തീർച്ചയായും തൊഴിലാളികളെ സംരക്ഷിക്കുന്ന സർക്കാർ ഇല്ലല്ല, തൊഴിലാളികൾ സംരക്ഷിക്കുന്ന സർക്കാരല്ല. ഈ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞ ഒരു കാര്യം പോലും പുതുതായി ആഗസ്റ്റ് 14-ാം തീയതി BMS പാസാക്കിയ പ്രമേയത്തിന് ശേഷം ഈ കഴിഞ്ഞ 16 ദിവസം കൊണ്ട് കേന്ദ്രത്തിലെ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 350 രൂപ എന്നുള്ള സ്വീകാര്യമല്ലാത്ത കോൺഗ്രസ് ഇപ്പോ അധികാരത്തിലില്ല. 91 മുതൽ കോൺഗ്രസും തുടർന്ന നയങ്ങളുടെ ഭാഗമായി അന്ന് INTUC പോലും എടുത്ത നിലപാടുകൾ ആണ് ആ സർക്കാരിനെതിരെ ഒക്കെ എടുത്തിട്ടുള്ള പണിമുടക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പണിമുടക്കിൻ്റെ ഒക്കെ ശക്തി ചോരുന്ന, തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി നടക്കുന്ന സമരങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾക്ക്, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന പുതിയ പ്രതിഷേധ പരിപാടികൾക്ക് INTUCയും ഒക്കെ നിൽക്കുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ചില തെറ്റുകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ UPA സർക്കാർ എടുത്തതും തിരുത്തിക്കൊണ്ട് 30 സെക്കൻഡിൽ. ഓരോ ഗവൺമെൻറ്റും അതാത് കാലഘട്ടത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ UPA ഗവൺമെൻറ് ചെയ്യാമെന്നൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അന്ന് പോരായ്മകളുണ്ടെങ്കിൽ അന്ന് അതിനെതിരായി സമരം ചെയ്ത BMS ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോട് ഭരിക്കുന്ന മോഡി ഗവൺമെൻറ്റിനെ കൊണ്ട് ആ പോരായ്മകൾ പരിഹരിപ്പിക്കാൻ ശ്രീ ഗോപാലകൃഷ്ണനെ പോലുള്ളവർ ഇവിടെ തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് അവസാന നിമിഷത്തിൽ പറയാനുള്ളത്. ശരി, സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. എന്നോട് ക്ഷമിക്കുക. എല്ലാ അതിഥികളും ഒരു ചർച്ചയും കൂടെ വേണ്ടി വരും എന്ന് തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസും കരുതുന്നത്. എന്തായാലും ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ നിങ്ങൾ നടത്തിയ സമരങ്ങളൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നതുകൊണ്ട് മാത്രം സമരത്തിൽ നിന്ന് പിന്മാറിയത് നിങ്ങൾക്കും വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. INTUC പഴയ കാലഘട്ടത്തിൽ കാണിച്ച ചങ്കൂറ്റം BMS ഇപ്പോൾ കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യം നിങ്ങളെ പിന്തുടരുകയും ചെയ്യും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പത്മനാഭൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ ഗോപാലകൃഷ്ണൻ. ഇടവേളയിലേക്ക്. മുത്തലാഖിനെ അനുകൂലിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. തലാഖ് വഴിയുള്ള വിവാഹമോചനം അനുവദിക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തി നിയമത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടി. ഇടവേള. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.